NDA പാർലമെന്ററി പാർട്ടി യോഗം ആരംഭിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നന്ദി പ്രമേയ ചർച്ചയിലെ ഉപസംഹാര പ്രസംഗത്തിൽ പ്രധാനമന്ത്രിയുടെ പരാമർശങ്ങൾ എന്തൊക്കെയായിരിക്കണമെന്ന് സംബന്ധിച്ച് ധാരണയുണ്ടാക്കും. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് രാധാകൃഷ്ണനാണ് ചേരുന്നത്. ഇന്നലെ രാഹുൽ ഗാന്ധിയുടെയും മഹുവ മൊയ്ത്രയുടെയും പ്രസംഗം അവർ ചൂണ്ടിക്കാട്ടിയ നിരവധി വിഷയങ്ങൾ, അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു ഗൃഹപാഠം, കൃത്യമായ മറുപടി അതിനല്ലേ ഇപ്പോൾ നീക്കം? തീർച്ചയായിട്ടും ഈ BJP-യെ സംബന്ധിച്ച് നിലവിലുള്ള സാഹചര്യത്തിൽ കഴിഞ്ഞ 10 വർഷം നേരിട്ട പ്രതിപക്ഷത്തിനെ അല്ല ഇപ്പോൾ സഭയിൽ അവർക്ക് നേരിടേണ്ടി വന്നത്. അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിലടക്കം ഉയർത്തിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൃത്യമായിട്ടുള്ള മറുപടി ഉപസംഹാര പ്രസംഗത്തിൽ പ്രധാനമന്ത്രിക്ക് നൽകേണ്ടതുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കുകയാണ് ഇന്നത്തെ ഈ പാർലമെന്ററി പാർട്ടി യോഗത്തിന്റെ അജണ്ടകളിൽ പ്രധാനപ്പെട്ടത്. എന്തൊക്കെ കാര്യങ്ങളിൽ മറുപടി നൽകണം എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ധാരണ കൃത്യമായിട്ട് യോഗത്തിൽ രൂപപ്പെടുത്തും. ചില പരാമർശങ്ങൾ, രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടായ ചില പരാമർശങ്ങൾ ഇപ്പോൾ സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിലും ഹിന്ദു വിരുദ്ധ സന്ദേശം നൽകാനായിട്ട് രാഹുൽ ഗാന്ധി ശ്രമിച്ചു എന്നത് ഒരു ആയുധമാക്കി, രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാനാണ് BJP തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ചകളും ഉണ്ടാകും. യോഗം ആരംഭിച്ചു. പ്രധാനമന്ത്രി യോഗത്തിൽ പങ്കെടുക്കുകയാണ്. ശരി, രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.